ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫഞ്ജു ആൻഡ് നിജു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നല്ല നാടൻ വറുത്തരച്ച ചെമ്മീൻ കറി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നല്ല രീതിയിൽ വറുത്തെടുത്ത തേങ്ങ നല്ല ബ്രൗൺ കളറായി കിട്ടണം, ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, ചെറിയൊരു തക്കാളി, കുറച്ച് മല്ലിയില, മസാലയിട്ട ചെമ്മീൻ, മുളക്, മഞ്ഞൾ, ഉപ്പ് 3 കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് ചെമ്മീൻ മസാല ഇട്ടത്. ഇനി തേങ്ങ എങ്ങനെ വറുത്തെടുക്കാം നോക്കാം. ഒരു പാന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കാം. ഇനി ഒരു പാന് ചൂടായതിനു ശേഷം അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഓയിൽ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മസാല പുരട്ടി വെച്ച ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓൾറെഡി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ചെമ്മീനും തക്കാളിയും ഒക്കെ തന്നെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ്. തിക്ക് ഗ്രേവി വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച മസാലകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മസാലകൾ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ എരിവിനും ഉപ്പിനും അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ മസാലകളും ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഗ്രേവി ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്കിത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.